അരികാവർതിങ്കളി താഴത്തു വരിക നീ പെരിയേ തങ്കത്തിൻ്റെ നെറ്റിമേൽ ചുംബിച്ചാലും. ആ ഗീതേ, ആ നീ എന്നാ ഇങ്ങനെ നല്ല എന്താ എൻ്റെ പറയണോ എന്തോ? ഏ ഇത് പറയാന്നാണോ തോന്നിയേ? അല്ല, ഇങ്ങനെ എന്തൊക്കെയോ വാർത്തിങ്കളെ താഴോട്ട് വന്നോ? അത് മാങ്ങ വരുന്ന കാര്യമായിരിക്കും പറഞ്ഞത്. ഏറ്റ ദൈവമേ, ഇങ്ങനെ ഒരു കവിത കേട്ടിട്ടില്ലേ? ഓ, കവിത പറഞ്ഞാണോ കേട്ടോ? വരിക വാർതിങ്കളെ താഴത്തു വരിക നീ പെരിയേ തങ്കത്തിൻ്റെ നെറ്റിമേൽ ചുംബിച്ചാലും. ഓ അല്ല, കേട്ടിട്ടില്ലേ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച പദ്യമാ മാഷേ അത്. ഓ മാഷോ? ആ അല്ല പിന്നെ ഇതൊന്നും കേൾക്കാതെയാണോ പണ്ട് സ്കൂളിൽ പോയിട്ടില്ലേ? ആ, സ്കൂളിൽ പോയിട്ടുണ്ട്. ആ അവിടെ പാടി തന്നെ നെല്ലിന്തോളിയിലെ കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു, ഇന്നും ചെങ്ങുകിൽ കേസരം പോലെ. അതൊന്നും അങ്ങനൊന്നും അല്ല. ആ എന്തിനാട്ടെ? പിന്നെ ഇന്നൊരു പരിപാടിയുണ്ട്. എവിടെയാ? വയോധികർക്കായിട്ടുള്ള ഒരു സംഗമം. വയോധികർ? അതാരാ പോലും? അതാരാന്നോ? ആ, വയോധികരെ അറിയില്ലേ? ഞാനെങ്ങനെ അറിയണേ? അയ്യോ, നമുക്കറിയില്ല അല്ലേ? ഇല്ലില്ല, എനിക്കൊന്നും അറിയാമല്ല. 50 വയസ്സ് തൊട്ട് മേലിലേക്ക് പ്രായമുള്ളവരാണ്. മനസ്സിലായ? വൃദ്ധന്മാരായിക്കൊണ്ടിരിക്കുന്നത്. വൃദ്ധരെന്ന് പറയുന്നതിലും വയോധികരാകുന്നു. അപ്പോഴുണ്ടല്ലോ എല്ലാവരും കൂടെ കൂടി ഇരുന്നൊരു ചർച്ച, പണ്ടത്തെ കാലത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിങ്ങനെ കുറച്ച് സമയം ചെലവഴിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പണ്ടത്തെ കുറേ പദ്യങ്ങളൊക്കെ അറിയാലോ, പുസ്തകത്തിൽ പഠിച്ചത്. അതൊക്കെ എവിടെ നിന്ന് അവതരിപ്പിക്കാമെന്ന്. തൂമ തേടും തെൻപാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാം ഗിനി നീർക്കോരി നിന്നിടിനാൽ ശ്രീരാമവിഷ്ണു അങ്ങു ചെന്നുണർത്തിച്ചാൽ. ദഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർ തണ്ണീരു താശു നീ ഓമനെ തരുതല്ലെന്നതു കേട്ടു രാമനോഹരി അമ്പരന്നോതിന. ആ, നീ അങ്ങനെ എന്നെ ഇങ്ങോട്ട് കഥയിതു കഷ്ടമേ അല്ലേലാലങ്ങു ജാതി മറന്നിതോ. അങ്ങനെ ഒരു പദ്യമുണ്ട്. അത് ഇങ്ങനെ നീ പാടിയാ നീ കരയാന്ന് ആൾക്കാർ ആണോ? അങ്ങനെ എൻ്റെ പൊന്നി ചേട്ടാ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ. പണ്ട് നീ സ്കൂളിൽ പഠിച്ചു? എന്താ പഠിച്ചു. ആ, അന്നേരം ഉണ്ടല്ലോ മലയാളം പീരീഡിഞ്ഞ് വന്നാലേ ടീച്ചർ വന്നാൽ ആദ്യം തന്നെ എൻ്റെ പേര് വിളിച്ചിട്ട് പറയും. പിന്നെ എന്താണെന്നറിയോ? ഇന്ന് പഠിപ്പിച്ച ഭാഗം വായിച്ച് കേൾപ്പിക്കുക, അല്ലെ ഇന്ന് പഠിപ്പിച്ച പദ്യം ചൊല്ലി കേൾപ്പിക്കുകയെന്ന്. എന്താ കാര്യം എന്നറിയോ? ഞാൻ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കും അവിടെ. അതുകൊണ്ടാണ് പദ്യമൊക്കെ നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അങ്ങനെയുള്ള എന്നോടാണോ പറയുന്നേ ഇങ്ങനൊന്നും അല്ലെന്ന്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്ന ഭാഗം മാസ്റ്റർ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഈ പറവകൾ പറന്നു പോകുമ്പോൾ കുട്ടി ഓർത്തന്നെ പൂ പറന്നു പോകാന്ന്. ചിത്രപതംഗമേ നിന്നെ കണ്ടാൽ ചിത്തം തുടിച്ചുയരുന്നു. അങ്ങനെ ഒന്നില്ലേ? അങ്ങനെയുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി കിടപ്പുണ്ട്. എന്റെ തങ്കം, അങ്ങനെ ഒന്നില്ലേ? അങ്ങനെയുണ്ട്. പിന്നെ തറപറ പന വല എന്താ തവള, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതാ മുറ്റത്തൊരു ശബ്ദം. സുരേഷ് തിരിഞ്ഞു നോക്കി. അപ്പൊ ഒന്നും കണ്ടില്ല. മൈന, മുറ്റത്ത് മൈന. ആയിക്കോട്ടെ. ഇന്നുണ്ടല്ലോ അവരെല്ലാം വരുമ്പോ ഞാനിത് നല്ല ഭംഗിയായിട്ട് അങ്ങ് അവതരിപ്പിക്കും. ഞാൻ വയോധികരുടെ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നും എന്നെ അത്ര കൂട്ടണ്ട. 10-65 വയസ്സായി എന്നാലും കൂട്ടണ്ട. അയ്യോ, 65 വയസ്സുള്ള മനുഷ്യൻ വയോധികൻ? കണ്ണാൻ നോക്കി. നമ്മുടെ കാസർഗോഡ് ഭാഷ പറഞ്ഞാണ്ടല്ലോ തൊണ്ടൻ. തൊണ്ടിയോ? തൊണ്ടൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നല്ലോ മുതുക്കൻ, മുതുക്കി, ഇങ്ങനെയൊക്കെയാ. അല്ല, എല്ലാരും മുതുക്കനും മുതുക്കിയൊക്കെ ആവും. മറക്കണ്ട. പിന്നെ അത് അന്നേരമല്ലേ, ആകുമ്പോഴല്ലേ. ഇപ്പൊ ആരും ചിന്തിക്കില്ല ചെറുപ്പക്കാരൊന്നും മുതുക്കനാകുന്നു. ഞാനും അങ്ങനെ തന്നെ ഓർത്തോണ്ടിരുന്നേ. ആണോ? 65 വയസ്സായിട്ടും വയോധികനല്ലെന്നല്ലേ പറയുന്നത്? അല്ല, എന്നാലും കണ്ടാ അങ്ങനെ തോന്നും. കണ്ടാ തോന്നൂല. നോക്കിയേ എങ്ങനെയുണ്ട്? തോന്നൂല. അയ്യാ.